അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ആവശ്യത്തിനുള്ള മരുന്നും സംവിധാനങ്ങളും ആശുപത്രികളിലുണ്ട്. വിശദമായ വാർത്താ സമ്മേളനം നാളെ നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. 97% മരണനിരക്കുള്ള ഒരു രോഗം, ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള ഒരു രോഗമാണ്. കേരളത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് 23%. അതായത് ലോകത്ത് 100 പേർക്ക് രോഗം പിടിച്ചാൽ മറ്റിടങ്ങളിൽ 97 പേരും മരിച്ചു പോകുന്ന ഒരു രോഗമാണ്. അതിപ്പോൾ നമ്മൾ ഒന്ന് ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷെ അത് കേരളത്തിൽ അതിന്റെ മരണനിരക്ക് 23% പിടിച്ചു നിർത്താൻ നമ്മൾ പരിശോധിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് സ്വിമ്മിംഗ് പൂളിൽ നീന്തിയ ഒരാൾക്ക് അവിടെ നിന്ന് രോഗം വന്നു. അദ്ദേഹം അവിടെ ആശുപത്രികളിലൊക്കെ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചതുമില്ല, രോഗം കുറഞ്ഞതുമില്ല ചികിത്സിച്ചിട്ട്. അദ്ദേഹം വയനാടുകാരനാണ്. അദ്ദേഹം കോഴിക്കോട് വന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റഡ് ആണ്. അദ്ദേഹം ഇവിടെ വന്നാണ് രോഗം ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കേസുകൾ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളിത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നതിന്റെ ഗുണം എന്താണ്? ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. 97 പേര് മരിച്ചു പോകുന്ന ഒരു 97% മരണനിരക്കുള്ളിടത്ത് 23% അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് അതിൽ പൊതുവായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലും എല്ലാവിധമായ ശ്രദ്ധയും അതിൽ ഉണ്ടാകണം. നമ്മൾ കുളിക്കുമ്പോഴാണേലും മുതിർന്നവരാകട്ടെ മൂക്കിലേക്ക് നേരിട്ട് ഈ വെള്ളം, നമ്മളൊക്കെ നേരത്തെ ഈ മുങ്ങാങ്കുഴി ഇടുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ. പക്ഷെ ഇപ്പൊ ഈ മൂക്കിലേക്ക് നേരിട്ട് വെള്ളം കയറുക എന്നൊക്കെ പറയുമ്പോൾ മലിനമായിട്ടുള്ള ജലം, അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഈ മലിനമായിട്ടുള്ള ജലം നമ്മളുടെ ഈ പ്രത്യേകിച്ച് നേസൽ ഇതിലേക്ക്, അങ്ങനെയാണ് ഇത് ബ്രെയിനിലേക്ക് അമീബ എത്തിയിട്ട് രോഗമുണ്ടാകുന്നത്. നമുക്ക് വിശദമായി സംസാരിക്കാം. ശരി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 2 പേരാണ് മരിച്ചത്. 3 മാസം പ്രായമുള്ള കുഞ്ഞും മധ്യവയസ്കയുമാണ് മരിച്ചത്. കഴിഞ്ഞ 1 മാസമായി 3 മാസം പ്രായമുള്ള കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വീട്ടിലെ കിണർ വെള്ളമാണ് രോഗകാരണമായ ജലസ്രോതസ്സെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നോർത്ത് പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയോ മെനിഞ്ചോ ഇൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു. 90%-ലധികം മരണനിരക്കുള്ള രോഗമാണിത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തിക്കുകയോ ചെയ്യുന്നവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം. നട്ടെല്ലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് രോഗം കണ്ടെത്തുന്നത്. അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ. വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും.